തൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് എവിടെയെങ്കിലും വെച്ച്, അതാണല്ലോ യഥാർത്ഥത്തിൽ അവസാനം ഉണ്ടായത്. അപ്പോൾ പോലും ഇത് ബിന്ദു മോഷ്ടിച്ചതാണെന്നുള്ള നിഗമനത്തിൽ ഇവരെത്തുന്നതിൻ്റെ പേരാണ് ജാതീയത. ആ വീട്ടിൽ വന്നു പോകുന്ന മറ്റനേകം പേരുണ്ടാകും. സ്വാഭാവികമായിട്ടും പത്രക്കാരും ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരു വീട്ടിൽ CCTV ക്യാമറ ഉൾപ്പെടെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും കറുത്ത നിറമുള്ള ജാതിയിൽ താഴ്ന്നവരെന്ന് ഇവർ കാഴ്ചയിൽ കണക്ക് കൂട്ടുന്ന ഒരു സ്ത്രീയെ കുറ്റവാളിയാക്കാനായിട്ട് മറ്റൊരു കാരണം അവർക്ക് വേണ്ട. ആദ്യത്തെ ഇത് കാണാതായ ആ നിമിഷം അവർ തീരുമാനിക്കുകയാണ് ഇത് ബിന്ദു മോഷ്ടിച്ചതാണെന്ന്. ആ രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കേസെത്തുന്നു. ഇനി അവിടെ മുതലാണ് പോലീസ് ഈ സമ്പന്നയായിട്ടുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കളും, വിദേശത്താണ് ഇവർ കൂടുതൽ സമയം, ഇടയ്ക്ക് മാത്രമാണ് ഇവർ പത്തനംതിട്ട സ്വദേശിയാണ്, ഈ അമ്പലമുക്കിൽ ഇവർ ഭഗവതി നഗറിൽ താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മാത്രം നാട്ടിൽ വന്നു പോകുന്ന ഒരു സ്ത്രീ, അതിസമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സ്ഥാപിത താല്പര്യത്തിനോടൊപ്പം അവരുടെ ഈ ജാതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള അവരുടെ ഈ കണക്കുകൂട്ടലിനോടൊപ്പം പോലീസ് നിൽക്കുകയാണ്. പോലീസ് എന്താണ് പറയുന്നത്? നീ അത് എടുത്തെങ്കിൽ അങ്ങ് കൊടുത്തേര്. ഈ വിളിച്ചു വരുത്തിയിട്ട് അടുത്ത നിമിഷം പോലീസ് ഈ പ്രതി അല്ലെങ്കിൽ പ്രതിയെന്ന് കണക്കാക്കി വിളിച്ചു വരുത്തിയിട്ടുള്ള ബിന്ദുവിനോട് നിർത്തിക്കൊണ്ട് ഈ ഓമനയും പോലീസുകാരും കൂടെ ഒരുമിച്ച് പറയണത് ആ എടുത്ത സാധനം അങ്ങ് തിരിച്ചു കൊടുത്തേര്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അതായത് ഒരാൾ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ ഉടനെ പ്രതിയെന്നും കുറ്റവാളിയെന്നും മുദ്ര കുത്താനായിട്ട് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് ധൈര്യം കൊടുത്തിട്ടുള്ളത് കുത്തഴിഞ്ഞ പോലീസ് സംവിധാനത്തിലുള്ള അവരുടെ വിശ്വാസമാണ്. ഓമന ഡാനിയലിൻ്റെയും ഈ സിസ്റ്റത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാമെന്ന് ബോധ്യമുള്ള പോലീസ് സംവിധാനത്തിൻ്റെയും ഇരയാണ് യഥാർത്ഥത്തിൽ ഈ ബിന്ദു എന്ന് പറയുന്ന സഹോദരി.